മറ്റൊരാളുടെ മനസ്സിനെ വായിച്ചെടുക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പല പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും വായിച്ചു കേട്ടതനുസരിച്ച് മെൻ്റലിസ്റ്റുകൾ മറ്റൊരാളുടെ മനസ്സിനെ മനസ്സിലാക്കുന്നത് ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അവയിൽ ഏറ്റവും പ്രധാനം മൈക്രോ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജും തന്നെയാണ്. ഇതിനോടൊപ്പം ഒരൽപ്പം മാജിക്കും കാണികളെ കയ്യിലെടുക്കാനുള്ള അവതരണ മികവും. കാലങ്ങളായുള്ള പഠനങ്ങൾ കൊണ്ടും കാലങ്ങളായുള്ള നിരീക്ഷണങ്ങൾ കൊണ്ടും വികസിപ്പിച്ചെടുക്കുന്ന ഒരു കഴിവാണ് മെൻ്റലിസം. പല സ്വഭാവമുള്ള പല രീതികളുള്ള മനുഷ്യരുമായുള്ള സമ്പർക്കത്തിലൂടെ ആ കഴിവിനെ വികസിപ്പിച്ചെടുക്കുകയും വിദഗ്ധമാക്കുകയും ചെയ്യുന്നു. മൈക്രോ എക്സ്പ്രഷൻസ് അഥവാ മൈക്രോ മൊമെൻ്ററി ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്ന വിഷയം ആദ്യമായി വിശദീകരിക്കുന്നത് 1966 ഹഗാർഡ് ആൻഡ് ഐസക്സ് എന്ന സൈക്കോളജിസ്റ്റുകളാണ്. മനുഷ്യൻ്റെ ഓരോ വികാരങ്ങൾക്കും 1/2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ നിലനിൽക്കാവുന്ന മുഖഭാവങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് മറ്റൊരാൾക്ക് മനസ്സിലാവാതെ മറച്ചു പിടിച്ചാലും ഒരു മൈക്രോ സെക്കൻഡിലെങ്കിലും അത് മുഖത്ത് തെളിഞ്ഞു കാണും. ഇത്തരം ഭാവങ്ങളെ ഒരു ക്യാമറയുടെ സഹായത്തോടുകൂടി ഒരു മോഷൻ പിക്ചറാക്കിയ ശേഷം അതിലെ ഓരോ സെക്കൻഡിനെയും 2 മുതൽ 25 ഭാഗങ്ങളാക്കി വിഭജിച്ച ശേഷം അതിലെ ഓരോ ചിത്രങ്ങളും എടുത്താണ് മൈക്രോ എക്സ്പ്രഷൻസ് വിശകലനം ചെയ്യുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു HD ക്യാമറ അത്യാവശ്യവുമാണ്. അങ്ങനെയിരിക്കെ ഒരു വേദിയിൽ ഒറ്റ നോട്ടം കൊണ്ട് ഒരാളുടെ മൈക്രോ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നത് അതിവിദഗ്ധമായ ഒരു കാര്യം തന്നെയാണ്.